ബാങ്ക് കവർച്ചയ്ക്കായി പിക്കാസ് വാങ്ങിയ കടയിൽ ഗൂഗിൾ പേയിൽ പണം നൽകിയത് മോഷ്ടാവിന് കുരുക്കായി. കോഴിക്കോട് രാമനാട്ടുകരയിലെ ജ്വല്ലറിയിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ. മധ്യപ്രദേശ് സ്വദേശി നേക്മണി പട്ടേലാണ് പിടിയിലായത്. വിവരങ്ങളുമായി എം.എസ്. അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഈ ഗൂഗിൾ പേയിൽ നടത്തിയ പേയ്മെന്റ് ആണോ ഈ കള്ളനെ വെട്ടിലാക്കിയത്? തീർച്ചയായും വളരെ രസകരമായ ഒരു കേസന്വേഷണമാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്നതാണ് രസകരം. ഇന്നലെ പുലർച്ചെയാണ് രാമനാട്ടുകര ദുബായ് ഗോൾഡ് എന്ന ജുവലറിയിൽ ഈ മധ്യപ്രദേശ് സ്വദേശിയായ നേക്മണി പട്ടേൽ എന്നയാൾ കവർച്ചയ്ക്ക് എത്തിയത്. ഈ ജുവലറിയുടെ ഒരു ചുമര് തുറന്ന് ഈ ജുവലറിക്കകത്ത് കടന്ന് മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ഇതിനിടയിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ ശബ്ദം കേട്ട് എത്തി നോക്കിയപ്പോഴാണ് ഒരു മോഷ്ടാവ് ഉള്ളിലുണ്ട് എന്ന് മനസ്സിലായത്. മറ്റു ചില ജീവനക്കാരെ കൂടെ വിളിച്ചു ഉണർത്തി ബാങ്കിനുള്ളിലേക്ക് കടന്നു. ആ സമയത്തും കള്ളൻ ഈ ജുവലറിക്കുള്ളിൽ തന്നെയാണ്. പിന്നീട് ഈ തുറന്ന ഇടത്തുകൂടി തന്നെ വളരെ പെട്ടെന്ന് ഈ മോഷ്ടാവ് പുറത്തേക്ക് ഇറങ്ങുകയും രക്ഷപ്പെടുകയുമായിരുന്നു. ഈ രക്ഷപ്പെടാനുള്ള ധൃതിയിൽ ഈ ചുമര് തുറക്കുന്നതിനായി ഉപയോഗിച്ച പിക്കാക്സ് ഈ ജുവലറിക്കുള്ളിൽ തന്നെ കുടുങ്ങിപ്പോവുകയും ചെയ്തു. ചില CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഒപ്പം പിക്കാസുമാണ് തുമ്പായി ലഭിച്ചത്. എന്തായാലും പോലീസ് പ്രാഥമിക പരിശോധനയിൽ തന്നെ പുതുതായി വാങ്ങിയ പിക്കാക്സ് ആണ് ഇതെന്ന് കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് ഈ രാമനാട്ടുകരയിലെ ഹാർഡ്വെയർ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചൊരു പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഈ രാമനാട്ടുകരയിലെ ഒരു ഹാർഡ്വെയർ കടയിൽ നിന്നാണ് ഇത് വാങ്ങിയതെന്ന് കണ്ടെത്തി. ഒപ്പം ഈ പിക്കാക്സിന്റെ പണം കൊടുത്തത് ഗൂഗിൾ പേ വഴിയായിരുന്നു, നമ്പർ വഴി പണം കൊടുത്തത്. അപ്പോൾ പോലീസ് ഈ ഗൂഗിൾ പേ നമ്പർ കണ്ടെത്തുകയും പിന്നീട് അയാളുടെ സ്ഥലം എവിടെയെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഗൂഗിൾ വഴി ലൊക്കേഷനൊക്കെ ട്രേസ് ചെയ്തു. ഒപ്പം ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കയറി ഇയാളുടെ പേര് വെച്ച് നോക്കുകയും ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്തു. പിന്നീട് ഈ ജുവലറിയിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യവും ഫേസ്ബുക്കിലെ ഫോട്ടോയും ഒന്നാണോ എന്ന് ഉറപ്പുവരുത്തി. ഇതിനുശേഷം ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് ഇയാളെ പിടികൂടുകയുമായിരുന്നു. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ രാത്രി തന്നെ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ തുമ്പായത്. ഒന്ന്, ഈ തുറക്കാൻ ഉപയോഗിച്ച പിക്കാക്സ് ഈ മുറിയിൽ തന്നെ ഉപേക്ഷിച്ചു പോയി. മറ്റൊന്ന്, ഈ അദ്ദേഹം CCTV ദൃശ്യങ്ങൾ ഇയാളുടെ പതിയുകയും ചെയ്തു. എന്തായാലും ഈ ബാങ്ക് ജീവനക്കാരുടെ സെക്യൂരിറ്റിയുടെ ഈ ജുവലറി ജീവനക്കാരുടെ സെക്യൂരിറ്റിയുടെയൊക്കെ ഒരു ഇടപെടൽ അവസരോചിതമായി ഉണ്ടായതിനാൽ ഈ ജുവലറിയിൽ നിന്നും കാര്യമായ വസ്തുവകൾ അല്ലെങ്കിൽ സ്വർണവും മറ്റും നഷ്ടമായിട്ടില്ല. ഈ ശബ്ദം കേട്ട ഉടനെ ഇയാൾ തുരത്തൽ അവസാനിപ്പിച്ച് അല്ലെങ്കിൽ മോഷണ ശ്രമം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. എന്തായാലും ആധുനിക സാങ്കേതിക വിദ്യകൾ, ഈ ഗൂഗിൾ പേ അടക്കമുള്ള സാങ്കേതികതകൾ എത്രമാത്രം പോലീസിന് അന്വേഷണത്തിൽ സഹായകരമാണ്, അല്ലെങ്കിൽ അത് കൃത്യമായി ആ അവസരം വിനിയോഗിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇയാൾ കുറച്ചു നാളുകളായി JCB ഓപ്പറേറ്ററും മറ്റുമായി ഈ രാമനാട്ടുകര ഭാഗത്ത് കഴിയുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ ജേതാവ് കൂടിയാണ് ഇത്. ഇയാളാണ് ഇത്തരം ഒരു കുറ്റകൃത്യത്തിനായി ഇവിടെ എത്തിയതും ഇപ്പോൾ പിടിയിലായിരിക്കുന്നതും. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ഗൂഗിൾ പേ പേയ്മെന്റ് ആണ് ആ കള്ളന് വിനയായത്. അത്തരത്തിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചൊക്കെ ഒരു കള്ളനെ രസകരമായി പിടികൂടിയ കഥയാണ് അനീഷ് പറഞ്ഞത്. മറ്റൊരു വാർത്ത